ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാ ശ്രീനാരായണീയർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ പറയുന്ന വിഷയം SNDP യോഗം എൻ്റെ അഭിമാനം. SNDP യോഗം രൂപീകൃതമായിട്ട് ഇന്ന് 120 വർഷം എത്തി നിൽക്കുന്നു. 1903 മെയ് 15-ാം തീയതിയാണ് കൊല്ലത്ത് ആസ്ഥാനം മാറ്റി SNDP യോഗം രൂപീകൃതമായി. ശ്രീനാരായണ ഗുരുദേവൻ പ്രസിഡന്റായും മഹാകവി കുമാരനാശാൻ ജനറൽ സെക്രട്ടറിയായും ഡോക്ടർ പൽപു വൈസ് പ്രസിഡന്റായും ഉള്ള 11-അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. തുടർന്ന് പ്രചോദനമായത് സങ്കുചിതമായ പ്രവർത്തന പാരമ്പര്യവും ഭരണഘടനയുമുള്ള കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള ഏക സംഘടന, മഹാസംഘടന, ദേശീയ സംഘടനയായി കേരളമെമ്പാടും മാറിയിട്ടുള്ളതാണ് ഈ പ്രസ്ഥാനം. SNDP പ്രസ്ഥാനത്തിന് 1898 അരുവിപ്പുറം ക്ഷേത്ര വിളംബരത്തോടൊപ്പം നടന്ന വാവൂട്ട് യോഗമാണ് ഇതിന്റെ ആദ്യകാല മാതാവെന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതിന്റെ പിൻഗാമിയായിട്ടാണ് ഈ SNDP യോഗം രൂപീകൃതമായത്. ഏറ്റവും താഴെ കിടക്കുന്ന ഈ സമുദായത്തിന് വിദ്യ അഭ്യസിക്കാനും ക്ഷേത്രങ്ങളിൽ പോകാനും വഴി നടക്കാനും കഴിയാതിരുന്ന കാലഘട്ടത്തിൽ സമുദായത്തെ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ഡോക്ടർ പൽപുവുമായി ആലോചിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ തയ്യാറാക്കുകയും ചെയ്തു. തുടർന്നുള്ള അധസ്ഥിതരായ അടിമത്വം അധസ്ഥിത വർഗത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്ന ആ ഒരു വിഭാഗത്തെ സമുദായത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാണം ആരംഭിച്ചു. സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായി വിദ്യാഭ്യാസപരമായിട്ടും സമുദായത്തെ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ് എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ന് കേരളത്തിലെമ്പാടും മഹാപ്രസ്ഥാനമായി കേരളത്തിന് പുറത്തും അകത്തുമൊക്കെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായി SNDP യോഗം മാറിയിട്ടുള്ളൂ. 16 വർഷക്കാലം ഈ യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി തുടർന്ന കുമാരനാശാനും ആജീവനാന്ത അധ്യക്ഷനായി തുടർന്ന ശ്രീനാരായണ ഗുരുവും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം നൽകി ജനങ്ങൾ സമുദായത്തിന് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ആരംഭങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതിനുശേഷം ഡോക്ടർ പൽപു, ശ്രീ കുമാരനാശാൻ, ശ്രീ കേശവൻ, TK മാധവൻ, R ശങ്കർ തുടങ്ങിയ 5 പ്രമുഖ നേതാക്കൾക്ക് ശേഷം R ശങ്കർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ കേരളത്തിൽ നമ്മുടെ ഈഴവ സമുദായത്തിന് വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി വിദ്യാലയങ്ങൾ ആവശ്യമാണെന്ന് കണ്ടപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ആരംഭം കുറിക്കുകയും ചെയ്തു. തുടർന്ന് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം തുടർന്ന് വന്ന നായകനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചാർജ് എടുക്കുന്ന സമയത്ത് ശിവഗിരിയിൽ വെച്ച് നടന്ന അരുവിപ്പുറത്ത് നടന്ന ക്ഷേത്ര പ്രദേശ വിളംബരത്തിന് ശേഷം നടന്ന സങ്കുചിതമായ പ്രക്ഷോഭങ്ങളിൽ നേതാവില്ലാത്ത സമുദായം എന്ന് അന്നത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചപ്പോൾ നേതാവില്ല എന്നുള്ള കാരണത്താൽ നേതാവായി ഇന്നത്തെ നമ്മുടെ സമുദായ നായകനും കർമ്മകുശലനുമായ വെള്ളാപ്പള്ളി നടേശൻ ചാർജ് ഏറ്റെടുക്കുകയും ഇന്ന് താഴെത്തട്ടിലേക്ക് വഴി എത്തി നിൽക്കുന്ന ത്രിതല സംവിധാനത്തിലൂടെയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. യൂണിറ്റുകൾ, ശാഖ, യൂണിയൻ തല മത്സരങ്ങൾ, മൈക്രോ ഫൈനാൻസ് പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ശാഖയെ വിവിധ രംഗങ്ങളിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാമ്പത്തികമായും സാമുദായികമായും നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ ഈ ഗുരുദേവന്റെ തൃപ്പാദങ്ങളാൽ തൃക്കൈകളാൽ വിളക്ക് കൊളുത്തി ദീപം കൊളുത്തി തെളിയിച്ച ഈ പ്രസ്ഥാനം എന്നും സമൂഹത്തിന്റെ നിലയിൽ എന്നും ഒരു കെടാവിളക്കായി നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന് ഏറെ അഭിമാനം തന്നെയാണ് കേരളീയ ജനതയ്ക്കും നമ്മുടെ സമുദായത്തിനും ഏറെ അഭിമാനം തന്നെയാണ് കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളോട് അർപ്പിക്കുന്നു. ഗുരുദേവ നാമം ജയിക്കട്ടെ.